കർത്താവാണ് ദൈവമെന്ന് തെളിയിക്കാൻ ബൈബിള് ശ്വാസം മുട്ടിയിട്ടില്ല. ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന പുസ്തകമല്ല ബൈബിൾ. മറിച്ച് ഉള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് വിവരിച്ച പുസ്തകമാണ് ബൈബിൾ. ഒരു അത്ഭുതത്തിന്റെ പേരിൽ യേശു ദൈവമാണെന്ന് അവകാശപ്പെടാനും മാത്രമുള്ളൊരു മഠയനല്ല ഞാൻ. കാരണം എത്രയോ അത്ഭുതങ്ങൾ ദൈവമില്ലാത്ത സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എത്രയോ മെന്റലിസ്റ്റുകൾ പ്രവാചകന്മാരെക്കാൾ ഗൗരവമായിട്ട് നമ്മുടെ മനസ്സ് വായിക്കുന്നുണ്ട്. എത്രയോ മജീഷ്യന്മാർ നാട്ടുകാരെ വിറപ്പിച്ചുകൊണ്ട് എത്ര കൺകെട്ടുകളും ആൾമാറാട്ടങ്ങളും നടത്തുന്നു. അവ ഇതിന്റെ ഇടയ്ക്ക് എന്റെ യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ അത്ഭുതങ്ങളുടെ കൂട്ടുപിടിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് യേശു ഓരോ അത്ഭുതം ചെയ്തേച്ച് അനുഭവിച്ചവരോട് പറഞ്ഞത്, ഞാനാണ് നിങ്ങളെ വിടുവിച്ചതെന്ന്. ആയൂരും കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന്റെ വാതിക്കലും പത്തനാപുരത്തും ഓരോ ഫ്ലെക്സ് വെക്കണമെന്ന് യേശു പറയാഞ്ഞത് അത്ഭുതം കൊണ്ട് തെളിയിക്കപ്പെടേണ്ടവരല്ല എന്റെ യേശു. പിന്നെ യേശുവിന്റെ ദൈവത്വം എങ്ങനെ അവകാശപ്പെടാം? ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് കൂടെ വരണേ. നാളെ സ്വതന്ത്രം പറയാന്ന് വെച്ചോണ്ടിരിക്കരുത്. നാളെ ഇവിടെ യോഗ ഇല്ല. അതുകൊണ്ട് നാളത്തെ യോഗ അഡ്വാൻസ് എടുത്ത് ഇന്ന് പറഞ്ഞേച്ചു പോവുകയാണ്. ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ പറയും, എല്ലായിടത്തും പറയാൻ കൊള്ളൂന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് പറയാൻ പേടിയും വരുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞേക്കാം, കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചില്ലേ പിന്നെ വരുന്ന കുഴപ്പം കൈയും കാലും കൂടെ ഒരുമിച്ചിട്ട് അടിക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് കൈ മാത്രം അടിക്കുന്നതാണ്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയാ വരുന്ന കുഴപ്പം പിന്നെ ഈ ഉറങ്ങേണ്ട സമയം മാറ്റി വെച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പൊ ഈ ഗതികേട് വരാതിരിക്കാൻ നാളെ രാവിലെ ഭാര്യ ഒരു ഗ്ലാസ് ചായ കൊണ്ട് വരുമ്പോ ഈ കൈ പൊങ്ങിയാൽ മാത്രമേ ഇങ്ങനെ ചായ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി കൈ പൊങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ പ്രസംഗം എറിച്ചില്ലേലും 4 ഹല്ലേലൂയ പറഞ്ഞിട്ടേ പോകാവൂ. കാര്യം ഒരൊറ്റ ഹല്ലേലൂയ എന്റെ അക്കൗണ്ടിൽ വരികയല്ല, ഇത് മുഴുവൻ അപ്പായുടെ അക്കൗണ്ടിലേക്ക് പോകുകയാണ്. നിങ്ങൾ നോക്ക്, കാലസമ്പൂർണതയിൽ ഒരു ജനനം നടക്കുകയാണ്. ആ ജനനത്തിന്റെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകത്തിൽ താൻ ഉണ്ടാക്കിയ ഊഴിയിലെ പൂഴി കൊണ്ട് തന്റെ കരവിരുതിനാൽ കരം പിടിപ്പിച്ച് ഒന്നാമത്തെ മനുഷ്യനായ ആദമിന് ജന്മം കൊടുത്ത് ഉറക്കിക്കടത്തി വാരിയെല്ലെടുത്ത് ഹവ്വായ്ക്ക് ജന്മം കൊടുത്ത് ഒന്നാമത്തെ കുടുംബത്തെ ദൈവം ഭൂമിയിലാക്കി വെച്ചു. അന്നു മുതൽ ഇന്നു വരെ ഈ ഭൂമിയിൽ ഒരു തലമുറ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ഒരു തലമുറ അമ്മയുടെ മാറിന്റെ ചൂട് പറ്റി താലോലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തലമുറ ജനിച്ചത് സ്ത്രീ പുരുഷ സംയോഗത്താലാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന യേശു ജനിച്ചത് ഒരു സ്ത്രീ പുരുഷ സംയോഗത്താലല്ല, മറിച്ച് ലൂക്കോസ് 1:35 പറയുന്നു, ആമേൻ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങും, ആകയാൽ ഉത്ഭവിക്കുന്ന ഒരു വിശുദ്ധ പ്രജ. ആരും ജനിക്കാത്തതുപോലെ ജനിച്ചവൻ, ആരും സംസാരിക്കാത്തതുപോലെ സംസാരിച്ചവൻ, ആരും ചെയ്യാത്തതുപോലെ ചെയ്തവൻ, ആരും മരിക്കാത്തതുപോലെ മരിച്ചവൻ, ആരുടെയും കല്ലറ പോലെ അല്ല അവൻ. ഒരു ആമേൻ പറ. ആരുടെയും കല്ലറ പോലെ അല്ലവന്റെ കല്ലറ. ഇവിടെ വന്നവരെല്ലാം പോകാൻ വന്നതാണ്. യേശു പോകാൻ വന്നതല്ല, അവൻ പോയേച്ചു വരാൻ പോയതാണ്. യേശു ഇനിയും മടങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. 240 പ്രവചനങ്ങൾ, 240 പ്രവചനങ്ങൾ ഒരാളിൽ ഒരുമിച്ച് വന്ന് ചേർന്ന ആകാശത്തിന്റെ കീഴിൽ. അടുത്തൊരു വാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ഒരവതാരം ഉണ്ടെങ്കിൽ അത്
അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, 240 പ്രവചനങ്ങൾ. ഞാൻ ഇന്ന് രാവിലെ വീട്ടിലിരുന്ന് കുറെ നേരം ബൈബിൾ വായിച്ചപ്പോ സുവിശേഷകനാകുന്ന മത്തായി മാത്രം 38 പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ച് സുവിശേഷത്തിൽ എടുത്തെഴുതിയിരിക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, സമയം പോകാതിരിക്കട്ടെ. 240 പ്രവചനങ്ങൾ ഒരാളിൽ ഒരുമിച്ച് ചേരുക. ഒന്ന് രണ്ട് കാര്യം നിങ്ങൾ എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ കൈ തൊഴുത് പിടിച്ചൊരു സത്യം പറയാം. ദാവീദിന്റെ കവണയ്ക്കകത്തിരുന്ന കല്ലിന്റെ തൂക്കം, ഗോലിയാത്തിന്റെ നെറ്റിയിലെ മുറിവിന്റെ ആഴം, ദാനിയേലിനെ കടിക്കാൻ വന്ന സിംഹത്തിന്റെ വായിലെ പല്ലിന്റെ എണ്ണം, ആ കുഴിയുടെ ആഴം, ശിംശോന്റെ കയ്യിലിരുന്ന കഴുതയുടെ താടിയലിന്റെ കനം, തൂക്കം, തെന്നല്, ഇതൊന്നും പറയാനല്ല ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്. ഞാൻ വന്നത് യേശുവിനെ കുറിച്ച് പറയാനാണ്. കാരണം ആകാശത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെടാൻ ഒരു നാമം ഉണ്ടെങ്കിൽ അത് ജാതിയൊന്നില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ആണില്ല, പെണ്ണില്ല. ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചോടോ, നിങ്ങൾക്ക് ഇത്ര പേഴ്സിക്യൂഷൻ ഉണ്ടായിട്ടും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഭരണകൂടം കൊല്ലാൻ വന്നിട്ടും 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് അല്ല ക്രൈസ്തവ സഭയ്ക്ക് 12 കോടി രക്തസാക്ഷികൾ ഉണ്ടെന്ന് ചോര കുടിച്ച് വാളുകളുടെ വയറുമറിഞ്ഞിട്ടും എന്തിനാ ഇപ്പോഴും പ്രസംഗിക്കുന്നത്? ഭരണകൂടം നോക്കുന്നില്ലേ സഭയെ തകർക്കാൻ? നിങ്ങളൊന്ന്